നെക്സ്റ്റ് നമ്മൾ കുറച്ച് തിയറംസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തിയറം, കോഷീസ് ഇനീക്വാളിറ്റി ഫോർ എഫ് എൻ ഓഫ് സെറ്റ് നോട്ട്. ഓക്കെ, suppose that a function f is analytic inside and on a positively oriented circle CR centered at set naught with radius capital R. If MR denote the maximum value of mod f of z on CR, then mod fn of set naught less than or equal to n factorial MR divided by R raised to n. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എഫ് അനലറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. എവിടെ? സി ആർ എന്നുള്ള ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളിൽ അനലറ്റിക് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇൻസൈഡ് ആൻഡ് ഓൺ ദി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ എന്ന് തന്നിട്ടുണ്ട്. ആ സി ആർ ഒരു സർക്കിളാണ്, റേഡിയസ് ആറാണ്, സെൻറ്റർ സെറ്റ് നോട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എം ആർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ nth ഡെറിവേറ്റീവ് എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എം ആർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എഫ് ഈസ് അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ സെൻറ്റേർഡ് അറ്റ് സെറ്റ് നോട്ട് വിത്ത് റേഡിയസ് ആർ. ബൈ Cauchy integral formula we get fn of set naught equal to n factorial by 2 pi I integral over CR f of z divided by z minus z naught whole raised to n plus 1 dz എന്ന് നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് സൈഡിലും നമ്മൾ മോഡുലസ് എടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? രണ്ട് സൈഡിൽ മോഡുലസ് എടുത്ത് എഴുതിയതാണ്. അതിനുശേഷം നമുക്ക് തന്നിട്ടുണ്ട് സെറ്റ് നോട്ടാണ് ആ സർക്കിളിൻ്റെ, സി ആർ എന്നുള്ള സർക്കിളിൻ്റെ സെൻറ്റർ സെറ്റ് നോട്ടാണെന്നും റേഡിയസ് ആർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് നമുക്ക് എഴുതാം. അതിൻ്റെ മാക്സിമം വാല്യൂ എം ആർ ആണ്, മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ പ്ലസ് വണ്ണിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ എം ആർ ആണ്, സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ആർ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂസ് എല്ലാം നമുക്ക് എഴുതാം. അതായത് എൻ ഫാക്ടോറിയൽ എഴുതാം, 2πi എഴുതാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എം ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ റേസ് ടു എൻ പ്ലസ് വൺ ആണ്. അപ്പോൾ ബാക്കി വരുന്നത് എന്ത് മാത്രമാണ്? ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ്, അതായത് ആ കർവിൻ്റെ ലെങ്ത്ത് മാത്രമാണ് ബാക്കി വരുന്നത്, അല്ലേ? അത്രയും ഭാഗമാണ് അവിടെ ബാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2πi എം ആർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി സി എന്നുള്ള സർക്കിളിൻ്റെ, അതായത് സി ആർ എന്നുള്ള സർക്കിളിൻ്റെ ലെങ്ത്ത് എന്താ വരിക? 2π ക്യാപിറ്റൽ ആർ ആണ് വരിക. ഓക്കെ, അപ്പോൾ എം എൽ ഇനീക്വാളിറ്റി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2πi എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു എൽ. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2πi ആർ ആണ്. ഓക്കെ, ദറ്റ് ഈസ് അതിൽ 2πയും 2πയും ക്യാൻസൽ ചെയ്ത് പോകും, ഒരു ആറും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ കിട്ടുക? എൻ ഫാക്ടോറിയൽ എം ആർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു എൻ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്നിന് 1 ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എഫ് ഡാഷ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടും കിട്ടും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് ലിയോവില്ലീസ് തിയറം. ചിലപ്പോൾ ലൗലീസ് തിയറം എന്നും കേട്ടിട്ടുണ്ടാവും, ലിയോവില്ലീസ് തിയറം എന്ന് പറയാം. If a function f is entire and bounded in a complex plane, then f of z is constant throughout the plane. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എൻറ്റയർ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എൻറ്റയർ ബൗണ്ടഡ് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എഫ് എൻറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ? അനലറ്റിക് ആണ്. അനലറ്റിക് എവരിവെയർ എന്നാണ് അർത്ഥം. അനലറ്റിക്കും ബൗണ്ടഡും ആണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? സിൻസ് എഫ് ഈസ് എൻറ്റയർ, the Cauchy's inequality holds for any choice of set naught and R. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു എഫ് എൻറ്റയർ ആണെങ്കിൽ Cauchy's inequality വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി the bounded condition tells us that non-negative constant capital M exists such that mod f of z less than or equal to m എന്ന് എഴുതാം. അപ്പോൾ എൻറ്റയർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Cauchy's inequality അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും, ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ക്യാപിറ്റൽ എം എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ Cauchy's ഇനീക്വാളിറ്റിയിൽ എം ആർ എന്നുള്ളത് ഡിനോട്ട് ചെയ്തത് എന്തായിരുന്നു? എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ എന്നാണ് പറഞ്ഞത്. അത് ഒരു കർവിലെ കാര്യമാണ് പറഞ്ഞത്, അല്ലേ? ഒരു കർവ് സിയിലാണ് മോഡ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ എം ആർ എന്ന് പറഞ്ഞത്. ഇവിടെ എൻറ്റയർ പ്ലെയിനിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എം ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയാം. കാരണം
എം ആർ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഓൺ സി ആണ്, ഒരു കർവിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ എൻറ്റയർ പ്ലെയിനിലെ കാര്യമാണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. അപ്പോൾ എം ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയും. അപ്പോൾ അത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എൻ ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ പഠിച്ചത് ഇനീക്വാളിറ്റിയിൽ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ ആണ്. എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? മോഡ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്, എന്നിന് 1 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ഡിവൈഡഡ് ബൈ ആർ. എം ആർ ലെസ് ദാൻ എം ആയതുകൊണ്ട് എം ബൈ ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഈ ഇനീക്വാളിറ്റി എവിടെയൊക്കെയാണ് ശരിയാവുന്നത്? എൻറ്റയർ പ്ലെയിനിൽ ട്രൂ ആണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദ എബവ് ഇനീക്വാളിറ്റി ഈസ് ട്രൂ ഫോർ ആർബിട്രലി ലാർജ് ആർ. അപ്പോൾ ഏത് ആർ എടുത്താലും അത് ട്രൂ ആയിരിക്കണം. നേരത്തെ കോഷി ഇനീക്വാളിറ്റി പറഞ്ഞവർ ഒരു കർവിലാണ് പറഞ്ഞത്. ഇവിടെ എൻറ്റയർ പ്ലെയിനിലായതുകൊണ്ട് ഏത് ലാർജ് ആർ വന്നാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആർ എന്നുള്ളത് ഇൻഫിനിറ്റി എടുക്കാം അല്ലേ? വെരി ലാർജ് ആർ എന്ന് പറഞ്ഞാൽ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. ആർ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എം ബൈ ആറിൻ്റെ വാല്യൂ എവിടേക്കാണ് പോകുന്നത്? 0യിലേക്ക് പോകും. അതായത് മോഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്നുള്ളത് എന്തിലേക്ക് പോകും? 0 ആയിരിക്കും. ഇനി ചോയ്സ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞത് എന്താ? ആർബിട്രറി ആണ്. അപ്പോൾ ഏത് സെറ്റ് നോട്ട് എടുത്താലും എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 0 എവ്രി ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ എന്ന് കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എഫ് എന്താണെന്ന് കിട്ടി? കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് കേട്ടോ അത്. നെക്സ്റ്റ് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. Any polynomial p of z equal to a0 plus a1 z plus a2 z square plus etc. an z raised to n, where an not equal to 0 of degree n greater than or equal to 1 has at least one 0. That is, there exists a at least one point set not such that p of set not equal to 0. അതായത് ഇത്രേ പറയുന്നുള്ളൂ. ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്നിന് എന്തായാലും ഒരു 0 എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു 0 ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് നോട്ട് എന്നുള്ളത് ഒരു 0 ആണെങ്കിൽ പി ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ റൂട്ടായിരിക്കും. സെറ്റ് നോട്ട് എന്ന് പറയുന്നത് പി ഓഫ് സെറ്റ് എന്നുള്ള പോളിനോമിയലിൻ്റെ ഒരു റൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പി ഓഫ് സെറ്റ് നോട്ടിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുക. അതായത് പി ഓഫ് സെഡ് എന്തല്ല? 0 അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, പി ഓഫ് സെഡ് 0 അല്ല. പി ഓഫ് സെഡ് 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ പി ഓഫ് സെഡ് എന്ന് ഡിഫൈൻ ചെയ്യുക. കാരണം പി ഓഫ് സെഡ് 0 അല്ലാത്തത് കൊണ്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ പി ഓഫ് സെഡ് എപ്പോഴും എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താണെന്ന് പറയാൻ പറ്റും? അനലറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പി ഓഫ് സെഡ് ഒരിക്കലും 0 ആവുന്നില്ല. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ പി ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എപ്പോഴും അനലറ്റിക് ആയിരിക്കും എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ എഫ് ഓഫ് സെഡിനെ അനലറ്റിക് ആണ്, എല്ലായിടത്തും അനലറ്റിക് ആയതുകൊണ്ട് അതിനെ നമുക്ക് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. എഫ് ഓഫ് സെഡിനെ എന്ത് വിളിക്കാൻ പറ്റും? എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഇനി നമുക്ക് എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണ് എന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. W is equal to a0 by z raised to n plus a1 by z raised to n minus 1 plus a2 z raised to n minus 2 plus etc. an minus 1 by z എന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് സെഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ എ എൻ എന്നുള്ളൊരു ടേം വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഈ എ എന്നും ഡബ്ല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ സെഡ് റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ് കിട്ടുക? പി ഓഫ് സെഡ് തന്നെയാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഓൾറെഡി പി ഓഫ് സെഡ് എന്താ തന്നിരിക്കുന്നത്? ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി ഓഫ് സെഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഡബ്ല്യൂവിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യാം. ഡബ്ല്യൂൻ്റെ കൂടെ ഇവിടെ എ എന്നും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ സെഡ് റേസ് ടു എന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക എന്താ വരിക? a0 പ്ലസ് a1 സെഡ് പ്ലസ് a2 സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര an സെഡ് റേസ് ടു എൻ എന്നാണ് വരിക. അപ്പോൾ അതെന്താ? പി ഓഫ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ പി ഓഫ് സെഡിനെ നമുക്ക് an പ്ലസ് w സെഡ് റേസ് ടു എൻ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലാർജ് പോസിറ്റീവ് നമ്പർ 6 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ ai ബൈ സെഡ് റേസ് ടു n മൈനസ് ഐ എന്നുള്ളത് ലെസ് ദാൻ മോഡ് an ബൈ 2n എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ സെഡ് റേസ് ടു എന്നിൻ്റെ പവറാണ് കൂടുതലായിട്ട് വരും. ഓക്കെ, സെഡ് റേസ് ടു എന്നിൻ്റെ പവറാണ് എപ്പോഴും കൂടുതലായിട്ട് വരും. അതിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും എന്ത്? 2n എന്ന് പറയുന്നത്. അപ്പോൾ an ബൈ സെഡ് റേസ് ടു എന്നിനെ 2n വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വലുതായിട്ട് വരിക. അപ്പോൾ എല്ലാ a1 ബൈ സെഡിൻ്റെ വാല്യൂം ഏതിനേക്കാൾ ചെറുതാണെന്ന് പറയാം? an ബൈ
2n-നേക്കാളും ചെറുതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ W എന്ന് പറയുന്നത് എന്തായിട്ട് വരും? W ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിലും മോഡ് W എന്താണെന്ന് കാണുന്നത്. മോഡ് W എന്ത് വരും? മോഡുലസ് ഓഫ് a0/z⁻n പ്ലസ് a1/z⁻n-1 പ്ലസ് എക്സെട്ര an-1/z. മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും കേട്ടോ. a0/z⁻n പ്ലസ് a1/z⁻n-1 പ്ലസ് എക്സെട്ര an-1/z. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു ദറ്റ് ഈസ് ലെസ് ദാൻ ഓരോന്നും ലെസ് ദാൻ an/2n ആണെന്ന് പറഞ്ഞു. ഓരോന്നും ലെസ് ദാൻ an/2n ആണ്. അപ്പോൾ n ടേംസ് ആണ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് n ഇൻറ്റു an/2n എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? മോഡ് W ഈസ് ലെസ് ദാൻ n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് W ഈസ് ലെസ് ദാൻ മോഡ് an/2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴാണ്? മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R. ഓക്കെ, അപ്പോൾ മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R മോഡ് an പ്ലസ് W എന്താ വരിക? ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് an മൈനസ് മോഡ് W എന്ന് എഴുതാം. മോഡുലസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് ആണ് എഴുതുന്നത്. അപ്പോൾ ആ സൈഡ് ചെറുതാവും. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് an മൈനസ് മോഡ് W എന്ന് എഴുതാം. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് an മൈനസ്, ഇപ്പം നമുക്ക് മോഡ് W എന്താണ് കിട്ടിയത്? an/2 എന്നാണ് കിട്ടിയത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു an മൈനസ് an/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? an/2 ആണ് വരിക. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കിട്ടിയത്? P ഓഫ് Z ഈക്വൽ ടു മോഡ് P ഓഫ് Z ഈക്വൽ ടു മോഡ് an പ്ലസ് W ഇൻറ്റു മോഡ് Z⁻n. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ മോഡ് an/2 ആണ് ഇൻറ്റു മോഡ് Z⁻n. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an/2 ഇൻറ്റു നമ്മൾ ഇത് എപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R-ലാണ്. അപ്പോൾ Z⁻n പകരം എന്ത് കൊടുക്കാം? R⁻n എന്ന് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് മോഡ് P ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് an/2 R⁻n. അപ്പോൾ F ഓഫ് Z എന്താ വരിക? മോഡ് F ഓഫ് Z എന്ന് പറഞ്ഞാൽ 1/P ഓഫ് Z ആണ്. അപ്പോൾ ഇനീക്വാളിറ്റി ലെസ് ദാൻ ആയിരിക്കും. ലെസ് ദാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ വരും കേട്ടോ. 2 ഡിവൈഡഡ് ബൈ മോഡ് an R⁻n വെൻ മോഡ് Z ഈസ് ഗ്രേറ്റർ ദാൻ R എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? F എന്നുള്ളത് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. കാരണം അത് 2 ഡിവൈഡഡ് ബൈ മോഡ് an R⁻n-നേക്കാളും ചെറുതല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് F ഈസ് ബൗണ്ടഡ് ഇൻ ദ റീജിയൻ എക്സ്റ്റീരിയർ ടു ദ ഡിസ്ക് മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R. കാരണം എന്താ? എക്സ്റ്റീരിയർ ആണെന്ന് പറഞ്ഞാൽ മോഡ് Z ഈക്വൽ ടു R എന്നുള്ളതാണ് നമ്മുടെ സർക്കിളായിട്ട് വരുന്നത്. മോഡ് Z ഈക്വൽ ടു R. അത് മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R-നാണ് ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മോഡ് Z ഈക്വൽ ടു R എന്നുള്ള സർക്കിളിൻ്റെ പുറത്തെ ഭാഗമാണ് വരുന്നത്. എക്സ്റ്റീരിയർ പോർഷനാണ് വരുന്നത്. അവിടെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ F ഓഫ് Z ലെസ് ദാൻ സം കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടിയത്, ഈ വാല്യൂ കിട്ടിയത്. അപ്പോൾ അത് മോഡ് Z ഈക്വൽ ടു R-ൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലാണ് എന്തായിട്ട് നിൽക്കുന്നത്? ബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി F is continuous in the closed and bounded disk mod Z is less than R. ഇനി എഫ് എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയത്? നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എഫ് എൻറ്റയർ ആണെന്ന്. എൻറ്റയർ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും ഇൻ ദി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡിസ്ക് മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R. മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലോസ്ഡ് തന്നെയാണ് അല്ലേ. അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. ക്ലോസ്ഡ് ആണ്. മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡും ആണ് ബൗണ്ടഡും ആണ്. ഓക്കെ, ആ ഡിസ്കിൽ എഫിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയി. കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ്? എഫ് എൻറ്റയർ ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡിസ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ആ സർക്കിളിൽ ആ മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R-ൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൂഫ് പിന്നീട് പഠിക്കുന്നുണ്ട്. എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡിസ്ക് മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ആണെങ്കിൽ എഫിന് ആ ഡിസ്കിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറം നമ്മൾ പഠിക്കും കേട്ടോ. വീണ്ടും ഈ ഒരു തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്. എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡിസ്ക് ആണെങ്കിൽ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് ബൗണ്ടഡ് ആയിരിക്കും. നമ്മൾ പ്രൂഫ് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ദി ക്ലോസ്ഡ് ഡിസ്ക് മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു R എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? മോഡ് Z ഈക്വൽ ടു R-ൻ്റെ എക്സ്റ്റീരിയറിലും അത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. മോഡ് Z ഈക്വൽ ടു R-ൻ്റെ ഇൻറ്റീരിയറിലും അത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? കമ്പൈനിങ് ദീസ് എഫ് ഈസ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലേൻ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? എഫ് ഈസ് ബൗണ്ടഡ് ആണെന്നും കിട്ടി, എൻറ്റയർ ഫംഗ്ഷൻ ആണെന്നും കിട്ടി. അപ്പോൾ ലിയോവില്ലി തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. ദെൻ എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഇംപ്ലൈസ് ഇറ്റ്സ് റെസിപ്രോക്കൽ പി ഓഫ് സെഡ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/F ഓഫ് സെഡ് ആയിരുന്നു. അപ്പോൾ പി ഓഫ് സെഡും എന്തായി? കോൺസ്റ്റൻ്റ് ആയി. പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ സ്റ്റാർട്ട് ചെയ്തത്. പി ഓഫ് സെഡ് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? അതൊരു പോളിനോമിയലാണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരു കോൺട്രഡിക്ഷനായി. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ വന്നത്? നമ്മൾ അസ്യൂം ചെയ്തത് പി ഓഫ് സെഡ്
നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് പി ഓഫ് സെഡ് ഈക്വൽ ടു 0 ഈസ് 0 ഫോർ സം വാല്യൂ ഓഫ് സെഡ്. അതായത് ഏതെങ്കിലും ഒരു വാല്യൂവിന്, സെഡിൻ്റെ ഏതോ ഒരു വാല്യൂവിന് പി ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. അതുകൊണ്ട് പി ഓഫ് സെഡിന് അറ്റ്ലീസ്റ്റ് 1 0 പോസിബിൾ ആണ് എന്നാണ് അതിൻ്റെ മീൻ. ഓക്കെ, അപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. അടുത്തത്, if p of z is a polynomial of degree n greater than or equal to 1, then it has n zeros, not all need be distinct. അതായത് പി ഓഫ് സെഡിൻ്റെ ഡിഗ്രി എൻ ആണെങ്കിൽ, പി ഓഫ് സെഡ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് z1 z2 എക്സെട്ര zn ആൻഡ് c such that p of z equal to c into z minus z1 into z minus z2 into എക്സെട്ര z minus zn എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് എന്താ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്താ പറഞ്ഞത്, ഒരു പോളിനോമിയലിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയലിന് അറ്റ്ലീസ്റ്റ് 1 0 ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്തത്. ഇപ്പോൾ പറയുന്നത് എന്താ, ഒരു nth ഡിഗ്രി പോളിനോമിയലിന് എന്തായാലും n സീറോസ് ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യണത്. അപ്പോൾ n സീറോസ് ഉണ്ടെങ്കിൽ, n സീറോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൂട്ട്സ് എന്നാണ് കേട്ടോ. സീറോ എന്നുള്ള വേർഡിൻ്റെ മീനിങ് റൂട്ട്സ് എന്നാണ്. n സീറോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ n റൂട്ട്സ് ഉണ്ടാവുക എന്നാണ് കേട്ടോ. n റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന് n ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ z1 എന്നുള്ളത് ഒരു 0 ആണെങ്കിൽ z മൈനസ് z1 എന്നുള്ളത് ഫാക്ടർ ആയിരിക്കും. z2 എന്നുള്ളത് 0 ആണെങ്കിൽ z മൈനസ് z2 എന്നുള്ളത് ഒരു ഫാക്ടർ ആയിരിക്കും. zn എന്നുള്ളത് റൂട്ട് ആണെങ്കിൽ z മൈനസ് zn എന്നുള്ളതും ഒരു ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് പി ഓഫ് സെഡിനെ എങ്ങനെ എഴുതാമെന്ന് പറയുന്നത്, z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 ഇൻറ്റു എക്സെട്ര z മൈനസ് zn ഇൻറ്റു c എന്ന് എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പി ഓഫ് സെഡ് ഹാസ് a0 സേ z1. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്രയിൽ ഒരു 0 ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഒരു റൂട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പി ഓഫ് സെഡിനെ നമുക്ക് എന്തെഴുതാം, z1 എന്നുള്ളത് റൂട്ട് ആണെങ്കിൽ പി ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, z മൈനസ് z1 ഇൻറ്റു സം q1 ഓഫ് സെഡ് എന്ന് എഴുതാം. അതായത് q1 ഓഫ് സെഡ് എന്തായിരിക്കും, വേറൊരു പോളിനോമിയലായിരിക്കും ഓഫ് ഡിഗ്രി n മൈനസ് 1. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു റൂട്ട് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ z1 എന്നുള്ളത് റൂട്ട് ആണെങ്കിൽ z മൈനസ് z1 എന്നുള്ളൊരു ഫാക്ടർ ആയിരിക്കും. ആ ഫാക്ടർ ഇൻറ്റു സം പോളിനോമിയൽ അങ്ങനെ എഴുതാൻ പറ്റും പി ഓഫ് സെഡിന്. ക്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വീണ്ടും ഒരു പോളിനോമിയൽ ആയിരിക്കും ഓഫ് ഡിഗ്രി n മൈനസ് 1. വീണ്ടും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര q1 ഓഫ് സെഡിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, q1 ഓഫ് സെഡിന് വീണ്ടും ഒരു റൂട്ട് ഉണ്ടായിരിക്കും അല്ലേ, അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടായിരിക്കും. അത് z2 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ q1 ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, q1 of z equal to z minus z2 into some q2 of z എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ q1 ഓഫ് സെഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, പി ഓഫ് സെഡ് ഈക്വൽ ടു z മൈനസ് z1 ഇൻറ്റു q1 ഓഫ് സെഡിൻ്റെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ z മൈനസ് z2 ഇൻറ്റു q2 ഓഫ് സെഡ്. വീണ്ടും q2 ഓഫ് സെഡിൻ്റെ ഒരു പോളിനോമിയലായിരിക്കും, അതിൻ്റെ ഡിഗ്രി n മൈനസ് 2 ആയിരിക്കും. അപ്പോൾ അതിനും വീണ്ടും എന്തുണ്ടായിരിക്കും, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പ്രകാരം ഒരു റൂട്ട് ഉണ്ടായിരിക്കും, സേ z3. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പി ഓഫ് സെഡ് ഈക്വൽ ടു z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു z മൈനസ് zn ഇൻറ്റു qn ഓഫ് z. കാരണം n എന്നുള്ളൊരു ഫൈനൈറ്റ് നമ്പറാണ്. അപ്പോൾ എന്തായാലും അത് കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഫൈനൈറ്റ് സ്റ്റേജിലാണ് നമുക്ക് ആഫ്റ്റർ ഫൈനൈറ്റ് സ്റ്റേജ് നമുക്ക് പി ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 ഇൻറ്റു എക്സെട്ര z മൈനസ് zn ഇൻറ്റു qn ഓഫ് z എന്ന് എഴുതാൻ പറ്റും. ഇനി വീണ്ടും qn ഓഫ് z എന്നുള്ളത് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ, ഇത് nth ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും qn ഓഫ് z എന്താവില്ല, ഒരു പോളിനോമിയൽ ആവില്ല. അപ്പോൾ അതിന് എന്തോ ആവാനേ പറ്റുള്ളൂ, qn ഓഫ് z എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആവാനേ പറ്റുള്ളൂ. ഓക്കെ, n ഫൈനൈറ്റ് ആണ്. ആ n സ്റ്റെപ്പ് കഴിഞ്ഞാൽ അത് എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ qn ഓഫ് z എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ പി ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, c ഇൻറ്റു qn ഓഫ് സെഡിനെ നമുക്ക് c എന്ന് വിളിക്കാം, c ഇൻറ്റു z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 ഇൻറ്റു എക്സെട്ര z മൈനസ് zn എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ n റൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ഇതിൻ്റെ പ്രൂഫും കംപ്ലീറ്റ് ആയി. ഓക്കെ.